വർഷത്തിൽ 2 തവണ കേക്ക് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഗംഭീര ടാസ്ക് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ മക്കളുടെ ബർത്ത്ഡേക്കാണ്. അപ്പോൾ ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് നല്ല ടോൾ കേക്ക് തന്നെ വേണം. അപ്പോൾ അതിലേക്ക് ഞാൻ 3 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് അതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് പൗഡേർഡ് ഷുഗറാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഷുഗറാണ്. അപ്പോൾ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി 350 ഗ്രാമാണ് കേട്ടോ. 1 kg കേക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ റിബൺ പോലെ ഇങ്ങനെ വീഴും ബാറ്റർ. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പം നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് ബേക്കായിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് കേക്ക് ഉണ്ടാക്കി വലിയ പരിചയമൊന്നുമില്ല. ഇവരുടെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ അതൊരു വലിയ ടാസ്ക്കായിട്ട് എനിക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കുറച്ച് ബബിൾസ് വരും. ഇതുപോലെ എന്തെങ്കിലും കോല് വെച്ചിട്ട് അതുപോലെ നമുക്കൊന്ന് ആക്കി കൊടുത്താൽ ബബിൾസ് പോകും. അപ്പോൾ സ്റ്റവ് ടോപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 35 മിനിറ്റ് വന്നു കേട്ടോ എനിക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ സിമ്മിലാണ് ഇട്ടത്. അതിനുശേഷം ബേക്കായെന്ന് അറിയാനായിട്ട് ഇതൊരു ടൂത്ത് പിക്കോ കോല് എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ നോക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ കേക്ക് പറ്റി പിടിച്ചിട്ടുണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റായിട്ട് ബേക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇതുപോലെ 6 കട്ടായിട്ട് ഞാൻ ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാനായിട്ട് പിന്നെ അതിലേക്ക് ഞാൻ എല്ലാ ലെയറിലും ഷുഗർ സിറപ്പും മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ഞാൻ ഓരോ കോല് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കമ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന കമ്പ് ഇതിലേക്ക് തന്നെ. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഒരു ദിവസം തലേദിവസം ഞാനത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും. നമ്മൾ ബീറ്റ് ചെയ്ത് അപ്പം തന്നെ യൂസ് ചെയ്യാതെ. അപ്പോൾ വേറൊരു നോസിലാണ് ഞാൻ ഉദ്ദേശിച്ച സംഭവം. പക്ഷേ ആ നോസിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ നോസിൽ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഈ കളറാണ് കേട്ടോ തീം. അപ്പോൾ ഞാൻ ഈ കളറാണ് കൊടുത്തത്. ഇത് ബർഗണ്ടി കളറാണ്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടില്ല. ഇതുപോലെ ഞാൻ ഫ്ലവറൊക്കെ വെച്ചിട്ട് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ബീഡ്സുകളുണ്ട്. നമ്മുടെ ഷുഗർ ബീഡ്സ് കുറച്ച് ആഡ് ചെയ്യണം ബർത്ത്ഡേയുടെ. അപ്പോൾ കുറച്ച് ഷുഗർ ബീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബർത്ത്ഡേയുടെ ഇതൊക്കെ വെച്ച് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കേക്കിൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. വലിയ ഡെക്കറേഷനൊന്നുമില്ല, വലിയ ഇതൊന്നും ഇല്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കേക്ക് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ